ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. അനേകം കാഴ്ചകൾ, അനേകം ശബ്ദങ്ങൾ, അനേകം അനുഭവങ്ങൾ, അനേകം കർമ്മങ്ങൾ എന്നിങ്ങനെ എണ്ണമറ്റ സംഗതികളുടെ ഒരു മഹാഗാലറിയാകുന്നു ജീവിതം. എല്ലാം അനുനിമിഷം മാറിക്കൊണ്ടുമിരിക്കുന്നു. ഒന്നിനുമില്ല ഒരു സ്ഥായി ഭാവം. ഇവിടെ മനസ്സ് യഥാർത്ഥത്തിൽ വിഭ്രമാവസ്ഥയിലാകുന്നു. ഏത് വിശ്വസിക്കാം, ഏത് അവിശ്വസിക്കാം എന്നറിയാത്ത നില. താൽക്കാലികങ്ങൾക്കുള്ളിൽ വല്ലാതെ കുഴങ്ങുമ്പോൾ സത്യദർശനം വളരെ അകലെയാകുന്നു. അതുകൊണ്ട് ജ്ഞാനത്തോടൊപ്പം എനിക്ക് ഭക്തിയും പ്രദാനം ചെയ്യുക ഭഗവാനെ. ഞാൻ കാണുന്ന കാഴ്ചകളിലെല്ലാം അന്തര്യാമിയായ നാരായണനെ കാണാൻ എനിക്ക് കരുണ തന്നാലും, ഞാൻ കേൾക്കുന്ന ശബ്ദങ്ങളിൽ അന്തരംഗശ്രുതിയായി ഉണ്ടാകേണ്ടത് നാരായണ നാമശ്രുതിയാകണേ. എൻ്റെ കർമ്മങ്ങൾക്കെല്ലാം അങ്ങയോടുള്ള അർച്ചനാഭാവം നൽകണേ. സർവത്തിലും നാരായണ നീ മാത്രമാണെന്ന ഏകാന്ത ഭക്തി എന്നിൽ വന്ന് ഉദിക്കണേ. ഹരിനാമകീർത്തനമായതിനാൽ എഴുത്തച്ഛൻ നാരായണനോട് പ്രാർത്ഥിക്കുന്നു. ഇത് മഹാദേവനോടോ നമ്മുടെ മറ്റേത് ഇഷ്ടദേവതയോടോ ഉള്ള പ്രാർത്ഥനയാകാം. പഴയ മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ആത്മാത്വം ഗിരിജാമതി, സഹചര പ്രാണ ശരീരം ഗൃഹം, പൂജാതേ വിഷയോപഭോഗരചന, നിദ്ര സമാധിസ്ഥിതി, സഞ്ചാരപദയോ പ്രദക്ഷിണവിധി, സ്തോത്രാണി സർവാഗിര, യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. എൻ്റെ ആത്മാവ് അങ്ങാണ് മഹാദേവ, ഗിരിജയാണ് എൻ്റെ മനസ്സ്, ശിവഭൂതങ്ങളാണ് എൻ്റെ പ്രാണങ്ങൾ, എൻ്റെ നിദ്ര ധ്യാന നിലയാണ്, ഓരോ ചലനവും അങ്ങേക്കുള്ള പ്രദക്ഷിണങ്ങളാണ്. ഞാൻ പറയുന്ന വാക്കുകൾ അങ്ങയുടെ സ്തുതികളായി കണക്കാക്കണേ. ഏതൊക്കെ കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിച്ചാലും അവയെല്ലാം അങ്ങയുടെ ആരാധനയായി മാറണം. ജീവിതത്തിന് അതിശ്രേഷ്ഠമായ ആത്മീയ വിശുദ്ധി നമ്മുടെ പ്രാചീന സംസ്കൃതി കൽപ്പിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ ആ സംസ്കൃതിയുടെ ഒളിമങ്ങാത്ത വെളിച്ചത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്.